സുധി, അവനെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കൊണ്ടുപോകണം. എടുത്ത് മാറ്റാം. ഇതാണ് നിങ്ങളുടെ കല്യാണ ചക്കൻ. ഇയാളെ ഒരുങ്ങിക്കൊണ്ടിരുന്ന് എന്തിനാ അമ്മാവ എന്നോട് ഈ ചതി ചെയ്തേ? മിണ്ടിപ്പോരുത്. ഇവിടെ നടന്ന ആരോടെങ്കിലും പറഞ്ഞോണ്ടല്ലോ കൊന്നുകളയും ഞാൻ. ഓടാ പോടാ. കണ്ണടതാ അമ്മയോട് ഞാൻ പറഞ്ഞു കൊടുക്കല്ലോ. ഇനിയൊരു അബദ്ധം പറ്റാൻ പാടില്ല. നമ്മളെ മണ്ഡപത്തിലേക്ക് കയറുക. അച്ഛാ, എടാ, എല്ലാം തല്ലി തകർക്കേണ്ടി വന്നാലും നിത്യയുടെ കഴുത്തിൽ അവന്റെ താലി വീടരുത്. അമ്മ 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 അമ്മാവനും സുധിയും കുറെ ആൾക്കാരും കൂടി എന്നെ തട്ടിക്കൊണ്ടു പോകാൻ നോക്കിയമ്മേ. നിന്നെന്തിനാണ് അവര് കൊണ്ടുപോകുന്നത്? അയ്യോ, എന്നെ അല്ല, ജീവനെ കൊണ്ടുപോകാൻ അമ്മാവൻ വന്നത്. ഞാനാന്നറിഞ്ഞപ്പോ എന്നെ വിട്ട് ചെറിയമ്മാവനും മക്കളും കൂടെ കല്യാണം മുടക്കാൻ നടക്കുക. അമ്മേ, അമ്മ അവരെ ചെന്ന് തടയി. അവര് മുടക്കിട്ടടാ, നമ്മൾ അവരുടെ കൂടെ ഉണ്ട്. അമ്മ എന്തൊക്കെ ഈ പറയുന്നേ? വാ, മണ്ഡപത്തിലേക്ക് പോ, എനിക്ക് താലി കെട്ടണ്ടേ. അവൻ നമ്മളെ ചതിക്കായിരുന്നു മോനെ. അവൻ താലി കെട്ടാൻ കേറിക്കഴിഞ്ഞു. ഇനി ഏട്ടന്റെ മോളും തന്നെയാ നമ്മുടെ രക്ഷ. നീ വാടാ, വാ വാ.
ഏയ് നില്ല് നില്ല് നില്ലേ. എങ്ക പോകുന്നു സാർ? മാറാ. അമ്മേ, നിന്റെ സാറിന്റെ താലി എന്റെ മോളുടെ കഴുത്തിൽ വീണാലേ അവളുടെ ജീവിതം നന്നാവില്ല. ഇത് അതെല്ലാം പേസ വേണ്ടിയ സമയമല്ല സാർ. സാറും മക്കൾ ഇപ്പോ ഉള്ള പോക മുടിയാതെ പോകും. അല്ലെങ്കിലേ ഇവർ ഞങ്ങളെ കൊണ്ടുപോകും. ഓ അപ്പടിയാ. இந்த கல்யாணத்துக்கு நிறைய தடசம் வருவன்னு ஜீவன் சார் சொல்லியாச்சு. உயிர் கொடுத்து இந்த கல்யாணம் நடத்துவன்னு சரவணம் வாக்கு கொடுத்திருக்கேன். இதெல்லாம் அதுக்காக வந்தவர் சார். திரும்பி போங்க சார். എന്നോട് പോവാൻ പറയാൻ നീ ആരാ? എടോ താനോട് നിൽക്ക്, ഞാനൊന്ന് നോക്കിട്ട് വരാം. രഘുവേട്ടാ വേണ്ട. തീരുമാനിച്ച ശിവാനന്ദ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ അത് മുടക്കിയിരിക്കും. നിർത്താ. എന്താ ശിവാനന്ദ, എന്തിനാ ഇങ്ങോട്ട് കയറി വന്നത്? ഈ മണ്ഡപത്തിൽ എല്ലാരും കേൾക്കാൻ പറയാ, ഞങ്ങൾ വന്നതേ ഈ കല്യാണം മുടക്കാനാ. ഈ മണ്ഡപത്തിലിരിക്കുന്ന ജീവനെ കുറിച്ച് അറിഞ്ഞതെല്ലാം ഞാൻ എന്റെ ഏട്ടനോട് പറഞ്ഞു. പക്ഷേ ബുദ്ധിപരമായിട്ട് അവൻ എന്റെ ഏട്ടന്റെ മോളുടെ കണ്ണുകൾ മൂടിക്കെത്തി. അത് കണ്ട് പിന്തിരിഞ്ഞു പോവാൻ ശിവാനന്ദനും മക്കൾക്കും പറ്റില്ല. എന്ത് ഭ്രാന്താ നിങ്ങൾ ഈ പറയുന്നേ? എന്റെ മോനെ കുറിച്ച് നിങ്ങൾ എന്തറിഞ്ഞൂന്ന്? ഒരു കാര്യം ഞാൻ പറയാം. നിത്യയുടെ വീട്ടിൽ കാണിച്ചു കൂട്ടിയതൊന്നും ഇവിടെ ആവർത്തിക്കാൻ നിങ്ങൾ നിൽക്കണ്ട. ഇത് ഞങ്ങൾ നടത്തുന്ന വിവാഹമാണ്. ബഹളം ഉണ്ടാക്കാതെ ഇവിടെ ഇറങ്ങിപ്പോ. ആന്റിയുടെ മോൻ നല്ലവനാണെന്നാണോ ആന്റി പറയുന്നത്? എന്നാ നല്ല മനുഷ്യനോടൊന്ന് ചോദിക്കേ, സാറയും സാറയുടെ കൂടെയുള്ള ക്യാദറിനും എവിടെയാണെന്ന്. ചോദിക്കേ. സാറേ അവളുടെ കൂടെ ഉണ്ടായിരുന്ന പെണ്ണിനെ നിങ്ങളുടെ മകൻ കൊന്നു കുഴിച്ചു മൂടിയോന്ന്.
ദേ ഇങ്ങോട്ട് നോക്കി. അതെ, എന്തും വിളിച്ചു പറയാനുള്ള ചങ്കൂറ്റം അതിവിടെ ഒരുത്തരും കാണിക്കണ്ട. നീയൊക്കെ ഇത്രയും ഇവിടെ കാണിച്ചിട്ടും ഞാൻ എന്തുകൊണ്ടാ മിണ്ടായിരുന്നെന്നറിയോ? എന്റെ മോന്റെ കല്യാണം മംഗളായിട്ട് നടക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട്. ഞാനൊന്നും നെഞ്ചുവരിച്ചിറങ്ങിയാലുണ്ടല്ലോ, പിന്നെ നീയൊന്നും ഇല്ല. ഈ നിമിഷം മര്യാദയ്ക്ക് പുറത്തിറങ്ങില്ലേ, അടിച്ച് നിന്നെയൊക്കെ പുറത്തിറക്കാൻ എനിക്കറിയാം. ഇറങ്ങണം. എല്ലാവരോടും നീ അന്ന് പറഞ്ഞു ഈ വിവാഹം മുടക്കുമെന്ന്. പക്ഷേ ഇങ്ങനൊരു ചെയ്ത് നിന്നിൽ ഞാൻ പ്രതീക്ഷിച്ചില്ലടാ. മുടങ്ങണോ ഏട്ടാ? ഈ വിവാഹം മുടങ്ങിയേ പറ്റൂ. സാറയ്ക്കും ഖാദറിന് എന്താ സംഭവിച്ചെന്ന് പറയാതെ ഈ ഇരിക്കുന്നവനെ വെറുതെ വിടില്ല. അതെ, ഇങ്ങോട്ട് നോക്ക്. സാറേം ഖാദറിനൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അവരെ ഞാൻ കൊണ്ടുവരാം. സാറ വരട്ടെ, ഖാദറും വരട്ടെ. അച്ഛനമ്മമാരുടെ മുന്നില് മകൻ അണിഞ്ഞിരിക്കുന്ന മുഖം മൂടി അവര് വലിച്ച് താഴെ ഇടണം. ഇട്ടു സാറേ, ശിവാനന്ദൻ ഇനി മേലും കീഴും നോക്കാനില്ല. വാ, അവിടെ എല്ലാരും നിങ്ങളെ കാത്തിരിക്കുക. വാ. വാ. ഓ, ശിവാനന്ദ, എന്റെ മോളോടും എന്നോടും ഈ ചതി വേണ്ടായിരുന്നടാ. ശിവാനന്ദ, ഏത് വൈരാഗ്യത്തിന്റെ പേരിലായാലും നിങ്ങൾ ഇപ്പൊ ഈ ചെയ്യുന്നത് ദ്രോഹമാണ്. ഒരു പുതിയ ജീവിതത്തിലേക്ക് കാലെടുത്ത് കുത്താൻ പോകുന്ന രണ്ടുപേരുടെ മനസ്സ് വച്ചാ നിങ്ങളിപ്പോ കളിച്ചോണ്ടിരിക്കുന്നത്. രഘു സാറേ, നളിനിയോടൊപ്പം വരുന്ന സാറയ്ക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്ക്. നിങ്ങളുടെ മകന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ലെന്ന് സാറ് പറഞ്ഞ ആ നിമിഷം ഞാനും എന്റെ മക്കളെ ഇവിടുന്ന് ഇറങ്ങും. മാറിക്കട അങ്ങോട്ട്. വാടി, വാടി ഇങ്ങോട്ട് കേറി. ഇതാണ് സാറ. അത് കാതറി. ചോദിക്കാനുള്ളതേ ദാ ഇവരോട് ചോദിച്ചു നോക്ക്. എന്താ മോനെ സംഭവിച്ചത്? ഇവിടെ എന്റെ മോനെ കുറിച്ച് എന്തൊക്കെ ആരോപണങ്ങൾ പറയുന്നുണ്ട്. മോളെ എനിക്ക് വിശ്വാസം. മോള് പറ. ആന്റി, എനിക്കൊട്ടും വയ്യ ആന്റി. എനിക്ക് തല ചുറ്റുന്നുണ്ട്. സാറാ, ഈ നിൽക്കുന്നത് ആരാണെന്ന് എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുക്ക്. നീ എന്തിനാ മണ്ഡപത്തിൽ വന്നേന്ന് പറയും. ചോദിക്കുന്നത് കേൾക്കുന്നില്ലേ ആന്റി? എനിക്കൊന്നും അറിഞ്ഞൂടാ ആന്റി.
സാറ് സാറാ, നീ മദ്യവെച്ചിട്ടുണ്ടോ? ഉണ്ടമ്മേ. സാറ മദ്യവെച്ചിട്ടുണ്ട്. മോനെ, ഇവിടെ എല്ലാരും എന്നെ വിസ്തരിക്കാനും ശിക്ഷ വിധിക്കാനാണല്ലോ കാത്തു നിൽക്കുന്നത്. സാറേ, ഞാൻ മുറിയിലടച്ച് പൂട്ടിയത് സത്യം തന്നെ. അതെ അമ്മ. ഏതോ ഒരു പാർട്ടി കഴിഞ്ഞിട്ടാ സാറേയും കൂട്ടുകാരും കൂടെ ഹാളിലേക്ക് വന്നത്. ഇത്രയും ആളുകളുടെ മുമ്പിൽ ഒരു പെണ്ണ് മദ്യപിച്ച് കുഴഞ്ഞാടി നടന്നാലേ അതവളെ ബാധിക്കില്ല അമ്മേ. അവളുടെ മാനം രക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം എനിക്കില്ലേ? അതുകൊണ്ട് ഞാൻ അവളെ മുറിയിൽ പൂട്ടിയിട്ടു. അത് അവളോടുള്ള സ്നേഹം കൊണ്ടാ അമ്മേ. കള്ളം കള്ളോയം പറയുന്നേ. അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന പെണ്ണേതെന്ന് ചോദിച്ചു നോക്ക്. സുധി, മോനെ, സത്യസന്ധമായിട്ട് നിത്യയെ സ്നേഹിച്ചു പോയെന്നൊരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിനെന്തിനാണ് എന്നെ ഇങ്ങനെ ക്രൂരമായിട്ട് ശിക്ഷിക്കുന്നത്? ഈ ജനക്കൂട്ടത്തിന് മുമ്പിൽ നാണം കെട്ട് നിൽക്കുന്നത് എന്റെ അച്ഛനും അമ്മയാണ്. ഞാൻ നിന്നോട് കാൽ പിടിച്ച് റിക്വസ്റ്റ് ചെയ്യാണ്, ഇനിയെങ്കിലും ഈ അപമാനം ഒന്ന് നിർത്തണം. എന്തായാലും ഈ സംഭവിച്ചതിനൊക്കെ ഒരു ഉത്തരം വേണമല്ലോ. അമ്മേ, ഈ നിൽക്കുന്ന പെൺകുട്ടി എനിക്കറിയില്ല. അറിയുമെന്നോ ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെന്നോ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നിങ്ങൾ തന്നെ അവളോട് ചോദിക്കേ. വേണ്ട. കൺമുമ്പിൽ കാണുന്ന ഈ കാര്യങ്ങളൊന്നും വിശ്വസിക്കാത്തവർ കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിക്കണ്ട. അല്ല അമ്മേ, വൈരാഗ്യത്തിന്റെ ഭാഷയിൽ സംസാരിച്ചാലും ഈ നിൽക്കുന്നത് നിത്യയുടെ ചെറിയ ചെറിയ മക്കളോ. നിത്യ അനുഭവിക്കുന്ന വേദന എനിക്ക് മനസ്സിലാവും. അച്ഛാ, അവരോട് എന്താ വേണ്ടെന്ന് വെച്ചാൽ ചോദിച്ചോളാം പറയാം. മോളെ കാതറിൻ, നീ ആരാണെന്ന് ഇവർക്കൊന്ന് പറഞ്ഞു കൊടുക്കുക.